ഇതുപോലത്തെ ഒരു ബാഗ് എടുക്കുന്നുണ്ട്. ഇതിലാണ് ബേബിയുടെ കുറെ ഉടുപ്പുകൾ വന്നത്. ഇത് എത്രമാത്രം ആപ്ലിക്കബിൾ ആണെന്ന് അറിയില്ല, പക്ഷെ 3-4 ടൈംസ് ഒക്കെ യൂറിൻസ് ഹോൾഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ബേബിക്ക് കുറച്ച് കംഫർട്ട് ആയിരിക്കും കിടക്കുന്ന സമയത്തൊക്കെ. ഇത് നമ്മൾ ലുലുവിൽ ഉണ്ടാവുന്ന ഓർക്ക് മേടിക്കാൻ നോക്കാം, പക്ഷെ അവിടെ ഉണ്ടാകുന്നില്ല. ഒരു മുണ്ട് 8 എണ്ണം കിട്ടുന്ന രീതിയിലാണ് കുട്ടിയുടെ അമ്മയ്ക്ക് മേടിച്ച സാധനങ്ങൾ. വാഷബിൾ അല്ലേ? ഇത് വാഷബിൾ ആണ്. ഒരു ബ്രസ്റ്റിൽ ഫീഡ് ചെയ്യുമ്പോൾ മറ്റേ ബ്രസ്റ്റിൽ നിന്ന് പാല് വരാനുള്ള സാധ്യതയുണ്ട്. അമ്മയുടെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും അടങ്ങിയ ഒരു കൂളിംഗ് ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞു ഇത് മസ്റ്റായിട്ട് മേടിച്ചോ. ഹായ് ഹലോ, എല്ലാവർക്കും ക്രാക്കോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിന്റെ ഒരു വീഡിയോ ആണ്. അപ്പൊ ആദ്യം നമ്മൾ ലുലു പോയി മേടിച്ച സാധനങ്ങൾ അന്നേരം ഞാൻ കുറച്ച് ക്ലിപ്പൊക്കെ എടുത്തായിരുന്നു അവിടെ ലൈവായിട്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് പോയി പെട്ടെന്ന് കണ്ടിട്ട് പോവാം. അപ്പൊ ഇനി നമ്മൾ അവിടെ നിന്ന് മേടിച്ച സാധനങ്ങൾ ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതുപോലത്തെ ഒരു ബാഗ് എടുക്കുന്നുണ്ട്. ഇതിലാണ് ബേബിയുടെ ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു ബാഗ് എടുത്തിട്ടുണ്ട്. ബാഗ് എടുക്കുന്നുണ്ട്. അത് കൂടാതെ ഇതുപോലത്തെ കുറച്ച് പ്ലാസ്റ്റിക് കവറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓൺലൈനിൽ നിന്നും അല്ലാതെയൊക്കെ മേടിച്ച കുറെ സാധനങ്ങൾ മേടിച്ചപ്പോൾ അന്നേരം അതിന് കൂടെ കിട്ടിയ കവറുകളാണ്. അപ്പൊ നമ്മളിതെല്ലാം ഓരോ ഐറ്റംസ് ഓരോ കവറിലിട്ട് ബാഗിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ ഇടകലർന്ന് പോവാതെയും പിന്നെ പാടില്ലാതിരിക്കും. കാരണം നമ്മളായിരിക്കില്ല ഹാൻഡിൽ ചെയ്യുന്നത്. മോസ്റ്റ്ലി അമ്മമാരോ അന്നേരം ഹോസ്പിറ്റലാണ് അവൈലബിൾ, അന്നേരം അവരായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ കുറച്ച് പ്ലാസ്റ്റിക് കവറുകളിൽ ഇട്ട് വയ്ക്കുന്നത്. ഇതിലൂന്ന് നമ്മൾ മേടിച്ചത് ബേബിയുടെ കുറേ ഉടുപ്പുകൾ വന്നു. പല ടൈപ്പ് കെട്ടുടുപ്പുകളുണ്ട്. ഓരോന്നൊക്കെ കാണിച്ചത് ഇതുണ്ടോ, ഇതിങ്ങനെ ബട്ടൺ വരുന്ന ടൈപ്പ് ഒരു 3-4 സെറ്റ് മേടിച്ചിട്ടുണ്ട്. ഇത് തന്നെ കെട്ട് വരുന്നത് കെട്ടുടുപ്പ്, ഇതുപോലത്തെ വള്ളി വെച്ച് കെട്ടുന്ന ടൈപ്പ്, അങ്ങനത്തെ 2 മോഡലുകൾ നമ്മൾ മേടിച്ചു. ഈ മേടിച്ച ഡ്രസ്സുകളെല്ലാം നമ്മൾ അലക്കി ഉണക്കി തേക്കേണ്ടതൊക്കെ തേച്ചൊക്കെയാണ് എടുത്തേക്കുന്നത്. പിന്നെ വേറെ ഏതാ, പിന്നെ റോംബേഴ്സ് മോഡലത്തെ കുറച്ച് ഉടുപ്പുകൾ മേടിച്ചു. പിന്നെ ഫുള്ളായിട്ട് ഉടുപ്പായിട്ടുള്ള 1-2 സെറ്റ് മേടിച്ചു. അതായത് ഇതുപോലത്തെ നിക്കർ, അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞ് തൊപ്പി, സോക്സ് കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പ് മേടിച്ചു. ഇത് എന്തിനാ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ മാസത്തിലാണല്ലോ നമുക്ക് ബേബിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് മഴക്കാലം ആയതുകൊണ്ട് തണുപ്പാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആപ്റ്റ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ഫുൾ ലെങ്ത് വരുന്ന ടൈപ്പ്. ഇത് റോംബേഴ്സ് അല്ല, പക്ഷെ നിക്കറും ഉടുപ്പും വരുന്ന മോഡലാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ സോക്സും കൂടെ ഉണ്ട്. ആ സോക്സ് കയ്യിൽ തുപ്പിടെ തത്തം അങ്ങനെ ഒരു മോഡൽ മേടിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ബേബി ഇടില്ലായിരിക്കും, പക്ഷെ നമ്മൾ മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവര് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചോട്ടെന്ന് ഓർത്തിട്ടാണ് അങ്ങനത്തെ ഒരു സെറ്റിംഗ് വെച്ചത്. ഇതാണ് കുഞ്ഞി സോക്സ്. അതെ, കയ്യിലിരുന്ന സോക്സ് അല്ലേ, കയ്യിലിരുന്ന സോക്സ്. പിന്നെ ഇങ്ങനത്തെ ഒരു വലിയ ഉടുപ്പും വെച്ച് ഇത് ഫുൾ പാക്കാണ്. ഇതിനകത്ത് വലിയ കുടിയ പോലെ മുകളിലും തൊപ്പി വരുന്നുണ്ട്, ഫുൾ കൈ. ഇത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഫുൾ ലെങ്ത് പാൻറ്റും വരുന്ന മോഡൽ ഒരു ഉടുപ്പും വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ പല ടൈപ്പ് ഉടുപ്പുകൾ, കെട്ടുടുപ്പുകളാണ് അധികം വാങ്ങിയേക്കണേ. ഇങ്ങനത്തെ മോഡലുകളെല്ലാം 1-2 അങ്ങനെ പല ടൈപ്പ് 1-2 എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവര് ഓക്കെ ആണ്, അത് കംഫർട്ട് ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ പിന്നെയും വാങ്ങാന്ന് പറഞ്ഞാണ് പല ടൈപ്പിലുള്ള 2-3 ഉടുപ്പുകൾ എടുത്ത് നോക്കിയത്. അപ്പൊ ഇതാണ് ബേബിയുടെ ഡ്രസ്സിന്റെ ഇത് വരുന്നത്. ഇതെല്ലാം നമുക്ക് ഒരു കവറിലേക്ക് ഇട്ടിട്ട് ബാഗിലേക്ക് വെക്കാം. പിന്നെ നമ്മൾ വാങ്ങിയതാണ് ഡയപ്പർ എന്ന് പറഞ്ഞാൽ ഇത് വാഷബിൾ ആയിട്ടുള്ള ഡയപ്പറാണ്. ഇത് 0 to എത്ര മന്ത്സ് ആണ്? 3 months അല്ല, 6 months എന്ന് തോന്നുന്നു. 0 to 6 or 3 months യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഡയപ്പറാണ്. ഇതിങ്ങനെ ക്ലിപ്പ് നമുക്ക് കയറ്റിയിടാം. ഇത് ഓൺലൈനിൽ ഉണ്ട് കേട്ടോ. നമ്മളിത് ഓൺലൈനിൽ ഇത് കണ്ടില്ല. നമ്മൾ ലുലു ചെന്നപ്പോൾ അവിടെയാണ് ഫസ്റ്റ് ടൈം ഇത് കാണുന്നത്. അപ്പോൾ അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്തൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി സെയിൽസ് ഗേളായിട്ടുള്ള കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി അടിപൊളിയായിട്ട് പറഞ്ഞു തന്നപ്പോൾ നമുക്ക് ഇത് കുറച്ച് ആപ്റ്റാന്ന് തോന്നി. അപ്പോൾ ഇത് 2 വാങ്ങിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ എക്സ്ട്രാ പാഡ് മേടിക്കാൻ കിട്ടും. അതായത് പിന്നെ ബേബിയുടെ പാഡ് മേടിക്കാൻ കിട്ടും. നമുക്ക് ഇവിടെ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്. ഇത് എത്രമാത്രം ആപ്ലിക്കബിൾ ആണെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ ഓരോ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിയാണ്. ഇത് വർക്കാവും. ഇത് ബേബിക്ക് യൂസ്ഡ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ. ഇത് നോർമൽ ഒരു പാഡ് പോലെ വരുന്നതാണ്. ഇതിൻ്റെ അകത്തൊരു 3-4 ടൈംസ് ഒക്കെ യൂറിൻസ് ഹോൾഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് വെക്കണം. അപ്പൊ ഇതിന്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ
അതിന്റെ ടിഷ്യൂല് വരുന്ന പറഞ്ഞ ഒരു ഇതില്ലേ, കൂപ്പ് ചെയ്താലും പ്രശ്നം വരാത്ത ഒരു ട്രാൻസ്പെറന്റ് ഒരു ഷീറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറിനല്ലാതെ ഇപ്പൊ കൂപ്പ് ചെയ്താലും വേറെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനുള്ള ഒരു സാധനമുണ്ട്. ഈ പാല് കാണുന്നവർ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ കയറ്റി വെക്കാം, അല്ലെങ്കിൽ ഇവിടെ നോർമലായിട്ട് ഇങ്ങനെ വെച്ചാലും മതി. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഇത്. ഇതിനെങ്ങാണ്ട് 250 2 പാക്ക് ഉണ്ട്, 2 ഉണ്ടോ അല്ലേ? അതെ, ഇത് വർക്ക് ആവുന്നത് നമ്മൾ യൂസ് ചെയ്തിട്ടും ഉറപ്പായിട്ട് റിവ്യൂ പറയാം, എത്രമാത്രം ഇത് അടിപൊളിയായിരുന്നു, നമുക്കിത് വർക്ക്ഔട്ട് ആവുന്നുണ്ടോ. കാരണം റാഷസ് പോലും അങ്ങനെയൊന്നും നമുക്ക് കറക്റ്റ് അറിയാൻ നേരത്തെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നോർമൽ ഡയപ്പർ യൂസ് ചെയ്താലും അങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. നമ്മളിത് കൂടാതെ മറ്റേ ഡയപ്പറും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 മേടിച്ചത്. അത് കൂടാതെ പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് കുറെ പേര് സജസ്റ്റ് ചെയ്തു ഡയപ്പർ മേടിക്കണം ഉറപ്പായിട്ടും. അത് പാമ്പേഴ്സിന്റെ ഡയപ്പറാണ് മേടിച്ചത്. അപ്പോൾ ഒരു സെറ്റ് മേടിച്ചിട്ടുണ്ട് ന്യൂ ബോൺ ബേബീസിന്റെ. അപ്പോൾ ഇത് യൂസ്ഡ് ആണ്, ഇതാണ് ഏതാണ് കംഫർട്ട് എന്ന് നോക്കിയിട്ട് ആ രീതിയിൽ ഉപയോഗിക്കാനായിട്ട്. ഇപ്പോൾ ഈ ബ്രാൻഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബ്രാൻഡിന് പ്രശ്നമുണ്ടോ മീൻസ് റാഷസോ അങ്ങനെ എന്തെങ്കിലും വരുമോന്ന് അറിയില്ല. അപ്പോൾ എന്താണെങ്കിലും ഇതും ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ലുലുലു കണ്ടു കാണും ഇത് മേടിച്ചത്. ഇതൊരു തോർത്ത്, ഇത് കുളിച്ച് കഴിയുമ്പോൾ ഫേസ് ഒക്കെ വൈപ്പ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഫേസ് തുടയ്ക്കാനായിട്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടർക്കി മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് റിസീവിങ് ടർക്കി ആയിട്ടും പിന്നെ കുളിപ്പിച്ച് കഴിയുമ്പോഴും പല മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇതൊരു ടർക്കി. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടർക്കിയാണ്. ഇതും ഓർഡർ മേടിച്ചിട്ടുണ്ട്. അതെ അതെ, ഒരുപാട് റേറ്റ് കൂടിയതുണ്ട് കേട്ടോ. ലുലു നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് സാധനം മേടിക്കാം. ഞാൻ ലുലു നല്ല കോസ്റ്റ്ലി ആയിരിക്കും എന്നോർത്താണ് ഇരുന്നത്. പക്ഷെ ന്യൂ ബോൺ ബേബീസിന്റെ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അവിടെ. പിന്നെ ബേബിക്ക് നമ്മളൊരു ടർക്കി മേടിച്ചു. അത് ലുലുവില് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഒരു വലിയ അത് മൾട്ടി പർപ്പസ് ആണ്. അത് നമുക്ക് റോംബേഴ്സ് പോലെ ആക്കാം, മൊത്തം പൊതിഞ്ഞ് വെക്കാം തണുപ്പുള്ള സമയത്ത്. അങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു ടർക്കി ഉണ്ട്. അത് മേടിച്ചിട്ടുണ്ട്. അത് കഴുകിയിട്ടേക്കുമാണ്. ഇതെല്ലാം നമ്മൾ കഴുകി ഉണക്കി എടുക്കുക കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ തേച്ചെടുക്കുന്നു പറഞ്ഞത്. ഇപ്പം ഇതെല്ലാം മടക്കിയിട്ട് നമുക്ക് ബാഗിലേക്ക് വെക്കാം. പിന്നെ നമ്മൾ ലുലുന്ന് ആദ്യമേ കാണിച്ചിരുന്ന ഒരു സാധനമാണ്, ആദ്യമേ കണ്ടിട്ടുണ്ടാവും. ഇതാണ് റബ്ബർ ഷീറ്റ്. ഇത് കുളിപ്പിക്കുന്ന സമയത്ത് ഇടാം, നമുക്ക് ബെഡിന്റെ അടിയിൽ ഇടാം. ഇതൊന്നും നമ്മൾ ഇത് വീഡിയോസ് കണ്ടോ? ഇത് ആക്ച്വലി ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ എൻ്റെ അനിയനെ ഉപയോഗിച്ചതൊക്കെ ഞാൻ ചെറുതായിട്ട് ഓർക്കുന്നുണ്ട്. ഇതൊരു പ്രത്യേക ടൈപ്പ് സ്മെല്ലാണ്. ഈ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മണമാണ്. ആ മണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്ന് ഞാൻ പറയാണ്. നിങ്ങൾ തള്ളാന്ന് പറയരുത്, പക്ഷെ അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. അപ്പൊ ഈ ഒരു ഇത് മേടിച്ചിട്ടുണ്ട്. ഇത് റബ്ബർ മാച്ചിട്ടാണ് കുളിക്കുന്ന സമയത്ത് ഉപയോഗിക്കാം. പിന്നെ ബെഡിന്റെ അടിയിലിടാം. ബെഡിന്റെ അടിയിലല്ല, ബെഡ്ഷീറ്റിന്റെ അടിയിൽ. അപ്പോൾ യൂറിനൊക്കെ പാസ് ചെയ്താലും നമുക്ക് ഇതിലേക്ക് പോകില്ല, ബെഡിലേക്ക് ഇറങ്ങില്ല. അപ്പോൾ ബെഡൊന്നും പെട്ടെന്ന് നശിച്ചു പോകില്ല. അപ്പൊ അങ്ങനെ ഒരു ഇത് ഒറ്റ ഷീറ്റ് ആകുമ്പോൾ വലിയ ഭയങ്കര നല്ല വലുപ്പമുണ്ട്. നമ്മളിത് 2ആയിട്ട് കീറി. അപ്പോൾ 2 പർപ്പസിന് ഉപയോഗിക്കാം. ഒരെണ്ണം കുളിക്കുന്ന സമയത്തും നിലത്തിടാം, പിന്നെ ഇത് ഒരെണ്ണം ബെഡിലിടാന്നുള്ള രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ പുറത്തെ കളി വെച്ചാൽ പിന്നെ നമ്മൾ അത് കൂടാതെ ഒരു ഡ്രൈ ഷീറ്റ് മേടിച്ചിട്ടുണ്ട്. റബ്ബർ ഷീറ്റ് റബ്ബറിന്റെ മാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാറ്റെന്നാണ് പറയണേ, റബ്ബറിന്റെ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഫുൾ റബ്ബറാണ്. അതിനകത്ത് ക്ലോത്തിന്റെ ഒരു അംശം പോലും ഇല്ല. ആ റബ്ബറി ടെക്സ്ചർ ആണ് 2 സൈഡിൽ. ഇതെന്ന് പറഞ്ഞാൽ ഡ്രൈ ഷീറ്റ് എന്നാണ് ഇത് പറയുന്നത്. ഇതിന്റെ അകത്ത് ഒരു സൈഡിലായിരിക്കും റബ്ബറി ടെക്സ്ചർ ഉണ്ടാവുള്ളൂ. ടോപ്പിൽ നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ്. അപ്പോൾ ബേബിക്ക് കുറച്ച് കംഫർട്ട് ആയിരിക്കും കിടക്കണ സമയത്തൊക്കെ. അപ്പോൾ നമ്മൾ നിലത്തെ എവിടെയൊക്കെ എടുത്ത് കിടത്തുമ്പോൾ ഈ മാറ്റം, നിലത്ത് മീൻസ് എപ്പോഴും ബെഡിലല്ലല്ലോ, എവിടെയൊക്കെ കിടത്തുമ്പോൾ ഈ ഇങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കിടത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ട് ആയിരിക്കും എന്ന് ഓർത്തിട്ട് ഇതിന്റെ 2 മേടിച്ചിട്ടുണ്ട്. ബെഡിൽ കിടക്കുമ്പോഴും രണ്ടും സൈസാണ് മേടിച്ചത്. ഇത് ശരിക്കും വാഷബിൾ അല്ലേ? ഇതും വാഷബിൾ ആണോ? പിന്നെ ഒരു കുഞ്ഞ് ഇത് മേടിച്ചിട്ടുണ്ട്. തല അങ്ങോട്ടും തെന്നി പോയിരിക്കാനായിട്ട് ഒരു കുഞ്ഞ് തലോണം. എന്നാന്ന് പറയണേ, പേരെനിക്കറിയില്ല. എന്നാലും തല ഇങ്ങനെ ഇവിടെ വയ്ക്കാനായിട്ട്
ഓൺലൈനിൽ ഒരു ഡെറ്റോളിന്റെ വൈപ്സ് മേടിച്ചിട്ടുണ്ട്. ഇത് ബേബിക്കുള്ളതല്ല കേട്ടോ. ബേബിയുടെ ആണോ? അല്ലല്ലോ, നോർമൽ നമുക്ക് അവിടെ വൈപ്സ് നേഴ്സാണ്. എന്തെങ്കിലും നമുക്കോ അല്ലെങ്കിൽ സന്ധ്യക്കോ അല്ലെങ്കിൽ ബേബിക്കോ എന്തെങ്കിലും പർപ്പസിന് ഉപയോഗിക്കാനായിട്ട് ഒരു ഡെറ്റോളിന്റെ ഇതിന് ഏതാണ്ട് MRP 239 രൂപ വരുന്നത്. ഓൺലൈനിൽ അത്ര ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ അതുമായിട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് ലുലുന്ന് മേടിച്ചാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്യുവർ വാട്ടറിന്റെ വൈപ്സ് ആണ്. ഇത് ബേബിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് പല സ്ഥലത്തും നമ്മൾ കണ്ടു. ആവശ്യമുള്ളതാണെന്ന് തോന്നി. ഇത് പല മെറ്റീരിയലും ഉണ്ട്, അതിന് ആൽക്കഹോൾ കണ്ടന്റ് വരുന്നുണ്ട്. പക്ഷേ ഇത് പ്യുവർ വാട്ടർ ആണ് നല്ലത് പ്രിഫർ ചെയ്യുന്നത്. ഇത് നമ്മളിപ്പോൾ നേരത്തെ മേടിച്ചാണ്. 2026 വരെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. ഇതിലൊരു അങ്ങനെ അവിടെ ഓഫർ ഉണ്ടാകും തോന്നുന്നത് അല്ലേ? എന്തോ ഓഫർ ഉണ്ടാകും. അപ്പോൾ ഇത് 2 വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ലുലുവിൽ ഉണ്ടാവും ഓർത്ത് മേടിക്കാൻ നോക്കാം. പക്ഷെ അവിടെ ഉണ്ടാകുന്നില്ല. ഇത് നമ്മൾ ഓൺലൈനിൽ മേടിച്ചാണ്. ലവ്ലാപ്പിന്റെ ഒരു ഗ്രൂമിങ് സെറ്റ്. അതായത് നെയിൽ കട്ടർ വരുന്നുണ്ട്. പിന്നെ നെയിലിങ്ങനെ ഗ്രൈൻഡ് ചെയ്യാനും ക്ലീൻ ചെയ്യാൻ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ വരുന്ന ഒരു സെറ്റ് മേടിച്ചിട്ടുണ്ട്. കാരണം ചിലപ്പോൾ ബേബീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നല്ല നല്ല നെയിൽസ് ഉണ്ടാവും, ഷാർപ്പ് നെയിൽസ് ഉണ്ടാവും. അപ്പോൾ അത് അവർ തന്നെ മുഖത്ത് മാന്തുമൊക്കെ ചെയ്യാൻ തോന്നിയപ്പോൾ ഇത് വേണം തോന്നി. അപ്പോൾ ഇത് ഒരെണ്ണമായിട്ട് തിരുവനന്തപുരത്തുള്ള ചെറിയൊരു ബെഡ് പോലത്തെ അല്ലേ, അതും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഫീഡിങ് പില്ലോയും മേടിച്ചിട്ടുണ്ട്. അതെ, ഇരുന്ന് ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് തലണ വെച്ചാണെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ അത് കുറച്ചുകൂടെ ആപ്റ്റാന്ന് തോന്നി, അതുകൊണ്ട് അത് വാങ്ങി. പിന്നെ നമ്മൾ ബേബിക്ക് വേണ്ട ഒരു സാധനമാണ് കുറേ തുണികൾ. ഇത് നമ്മുടെ മുമ്പിൽ നിന്ന് വെട്ടിയെടുത്താണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്ന് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പോയി കിടക്കും. ഒരു ഫുൾ മുണ്ടിന്റെ കര കളഞ്ഞെടുത്താണിത്. എല്ലാ സൈഡിലെ കരയും കളഞ്ഞു. അതിനുശേഷം മുണ്ട് നേരെ പകുതിയായിട്ട് മടക്കി. പിന്നെ ഇതിങ്ങനെ മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈറ്റിങ് കിട്ടും. അത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്നൊരു 4 അതിന് 4 8 കിട്ടും ഒരു ഡബിൾ മുണ്ടേന്. ആദ്യമേ നമ്മൾ മടക്കി സിക്സാക്ക് രീതിയിൽ അടിച്ചു നോക്കി. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ശരി സൈഡിൽ നമ്മളിങ്ങനെ ചൂണ്ടുനൂലിൻ്റെ പോലെ ചുരുട്ടി അടിച്ചു. അപ്പോൾ ഇത് കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിട്ട് എനിക്ക് തോന്നി. മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂല് ഊരി പോവാതിരിക്കുക എന്നുള്ളതാണ്. വലിയ ബലം വരുന്നില്ലല്ലോ. അപ്പൊ കണ്ടില്ലേ? അപ്പൊ ആ രീതിയിൽ നമ്മളത് കട്ട് ചെയ്തിട്ട് ആ സൈഡ് സ്റ്റിച്ച് ചെയ്ത് പല ടൈപ്പിൽ സ്റ്റിച്ച് ചെയ്ത്, ചിലത് റോൾ ചെയ്ത് സ്റ്റിച്ച് ചെയ്തു, ചിലത് മടക്കി അടിച്ചു. നൂല് പൊളിഞ്ഞു പോയിരിക്കാമെന്ന് പർപ്പസ് മാത്രമേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും അടിക്കാം. അങ്ങനെ അടിച്ച് കഴുകി ഉണക്കി തേച്ച് മടക്കി എടുത്തേക്കുവാണ്. ഒരു മുണ്ടിൽ നിന്ന് നമുക്ക് ആദ്യം പറഞ്ഞ പോലെ 16 കിട്ടിയിട്ടുണ്ട്. ഒരു മുണ്ടിൽ നിന്ന് 16 8 ഒരു മുണ്ട് 8 കിട്ടുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പൊ അതെങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇട്ട് 16 പീസ്. അതിന് നമ്മൾ കവറിൽ വെക്കണം. അതിൽ കവർ തന്നെ എടുത്തിട്ട് അപ്പൊ അങ്ങനെ നമ്മുടെ ബേബിയുടെ ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അമ്മയുടെ ബാഗ് പാക്ക് ചെയ്യാം. അമ്മയുടെ ബാഗ്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുട്ടിയുടെ അമ്മയ്ക്ക് മേടിച്ച സാധനങ്ങൾ. ലുലുന്ന് കുട്ടിയുടെ അമ്മയ്ക്കൊന്നും മേടിച്ചില്ല. ഒരു ബിരിയാണി മാത്രമാണ് വാങ്ങിക്കൊടുത്തത്. അപ്പൊ ആദ്യം തന്നെ ഡ്രസ്സിൽ നിന്ന് തുടങ്ങാം. നമ്മൾ എന്തൊക്കെ ഡ്രസ്സ് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയാം. ഇത് രണ്ടും മെറ്റേണിറ്റി വെയറുകളല്ലേ. മെറ്റേണിറ്റി സിബ് വെയറുകൾ വരുന്ന ടൈപ്പ് മെറ്റേണിറ്റി വെയറുകളായിട്ടുള്ള 2 ടോപ്പുകൾ നമ്മൾ മേടിച്ചിരുന്നു. അത് 2 വെക്കുന്നത്. ഇത് വടിയിലാണ് വെക്കുന്നത്. ഇതിപ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് പോകുമ്പോഴോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ആ സമയത്ത് എന്തെങ്കിലും പർപ്പസിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അത് 2 എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു തോർത്ത്, 2 തോർത്ത്. ഇത് രണ്ടും സന്ധ്യ ആവശ്യമുള്ളതല്ലേ. 2 തോർത്ത്. ബെഡ്ഷീറ്റ് 2 ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും. അത്യാവശ്യം നല്ല വലിയ ബെഡ്ഷീറ്റ്, കിങ് സൈസ് തന്നെയാണ്. ഇത് ചെറുത് പുതയ്ക്കാനൊക്കെ ആയിട്ടുള്ള രീതിയിലും പിന്നെ ബെഡിലിടാനായിട്ടും ഒരു ബെഡ്ഷീറ്റും ഒരു ഇതും. അത് 2 വരുന്നത്.
പിന്നെ ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. ഇത് ഇവരെ നഴ്സിംഗ് പാഡ് എന്നാണ് പറയുന്നത്. അതായത് ബ്രസ്റ്റ് ഫീഡിങ്ങിനൊക്കെ തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്യാവശ്യം യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് പുറത്ത് പോകുമ്പോഴും ഇത് വാഷബിൾ അല്ലേ? ഇത് വാഷബിൾ ആണ്. പിന്നെ നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ബ്രസ്റ്റിൽ ഫീഡ് ചെയ്യുമ്പോൾ മറ്റേ ബ്രസ്റ്റിൽ നിന്ന് പാൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ബേബിയുടെ പൊക്കിൾക്കുള്ളിലൊന്നും വീടരുതെന്നൊക്കെ ഇങ്ങനെ കേട്ടു. അപ്പോൾ ഇവരെ കഴിഞ്ഞ് പിന്നീട് പുറത്ത് പോകുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇടുന്ന പുറത്ത് പോകുമ്പോൾ ഇത് വെക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സിലൊന്നും ഇങ്ങനെ പാല് വന്ന് നമുക്ക് ലീക്കായി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരാറില്ല. ഇത് നമുക്ക് അങ്ങനത്തെ ഒരു പർപ്പസ് ഉള്ളപ്പോൾ മേടിച്ചാൽ മതി. പക്ഷെ നമ്മൾ നേരത്തെ മേടിച്ചു. കാരണം പിന്നെ ആ സമയത്ത് കിടന്ന് ഓർഡറുണ്ടല്ലോ എന്നോർത്ത് മേടിച്ച് വെച്ചാണ്. ഇത് വാഷബിൾ ആണ്, റീയൂസബിൾ ആണ്. ഇതും റിവ്യൂസ് കണ്ട് മേടിച്ചാട്ടോ. ഇത് ഏത് കമ്പനിയുടെ നോക്കണം? ഇത് ലവ്ലാപ്പിന്റെയാണോ? ഇത് 6 പീസ് വരുന്ന ഒരു പാക്കറ്റ്. അമ്മയുടെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും അടങ്ങിയ ഒരു ബാഗ്. ഇത് ഞാൻ അതുപോലെ ട്രാൻസ്പെറന്റ് ബാഗിൽ ഇട്ടിരുന്നതാണ്. ഇതിനകത്ത് 5 നൈറ്റി, 3 അടിപ്പാവാട, ഒരു വെള്ളമുണ്ട്, കര കട്ട് ചെയ്ത് കളഞ്ഞ ഡബിൾ മുണ്ടല്ലേ കളഞ്ഞത്. ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ നൈറ്റികളെല്ലാം ഫ്രണ്ട് ഓപ്പൺ നൈറ്റികളാണ്. ഫുൾ ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ് ചെയ്യാനും പിന്നെ ഡെലിവറി ടൈമിൽ യൂസ് ചെയ്യേണ്ട വരുമെന്ന് ചിലപ്പോൾ ഡെലിവറി അത് ഇതിലുള്ള സിസേറിയൻ സമയത്താണോ? സിസേറിനാണെങ്കിലും നോർമലാണെങ്കിലും സിസേറിനാണെങ്കിലും ഫ്രണ്ട് ഓപ്പൺ ഫുൾ നൈറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളവർക്കും ആശുപത്രിയിലുള്ളവർക്കും കുറച്ചുകൂടെ കംഫർട്ട് ആയിരിക്കും. നമുക്ക് അത് ഇടാൻ എളുപ്പമുണ്ടല്ലോ. ഇപ്പോൾ മറ്റേ നൈറ്റി ഫുൾ പൊക്കി ഇടണ്ടേ. ഇത് നമുക്ക് ഷർട്ട് ഇടുന്നപോലെ ഇട്ടിട്ട് ഫുൾ ബട്ടൺസ് ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ ഇടാൻ പറ്റും. പിന്നെ തിയേറ്ററിന്റെ അകത്തും അവർക്ക് എളുപ്പമായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനത്തെ നൈറ്റി മേടിച്ച് എല്ലാം അങ്ങനത്തെ മേടിച്ചാൽ നമുക്ക് ഫീഡ് ചെയ്യാൻ ഇവിടെ തൊട്ടേ ടോപ്പ് തൊട്ടേ ബട്ടൺസാണ് വരുന്നത്. അപ്പോൾ അത് ഫീഡ് ചെയ്യാനും നല്ല എളുപ്പമായിരിക്കും തുറന്നിട്ടുള്ളത്. പിന്നെ ഈ വെള്ള തുണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസേറിനാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിലേക്ക് ഇങ്ങനെ ചോദിക്കുന്നതിങ്ങനെ കേൾക്കും. അതെ, നമ്മുടെ ഒരു ഫ്രണ്ട് ആ സെയിം ഹോസ്പിറ്റലിൽ അവളും ഇങ്ങനെ കൊടുത്തു. അത് ചോദിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ അതിന് നമ്മളൊരു ഫുൾ മുണ്ട് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴുകി ഈ മുണ്ടൊക്കെ അയൺ ചെയ്ത് വെച്ചാണ്. അപ്പൊ അത്രയാണ് ഈ ഒരു ബാണ്ടക്കെട്ടിൽ വന്നത്. ഈ നൈറ്റുകളെല്ലാം ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് മേടിച്ചാൽ തൃപ്പൂണിത്തുറയാണ്. ഏകദേശം എന്റെ റേറ്റ് ആയിരുന്നു 300 ആ റേറ്റിൽ വരുന്ന നൈറ്റുകളാണ്. ഇത് നോക്കിയത് ഒരു കൂടി ഇന്നേഴ്സ് എടുത്തിട്ട് അത് ആവശ്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിന് എത്ര എണ്ണം വേണമെന്നൊന്നും എനിക്ക് അറിയാൻ പറയാനാണല്ല. ഇന്നേഴ്സ് ഒരു കവറിലിട്ട് എടുക്കുക. അതും ഇതുപോലെ ഒരു കവറിലാക്കി സെപ്പറേറ്റ് ആക്കി എടുക്കുക. പിന്നെ ഫീഡിങ്ങിനുള്ള ഇത് മേടിക്കുന്നു. ഫീഡിങ്ങിനുള്ള ബ്രാസ് എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. അതും ആ സമയത്തോ പിന്നെ ഫ്യൂച്ചറിലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പാക്കറ്റിൽ ഇന്നേഴ്സ് എല്ലാം റെഡി ആക്കി എടുക്കുക. ഇത് ട്രാൻസ്ഫർ ഷീറ്റ് അല്ലാത്ത നമുക്ക് അതിന്റെ മുകളിൽ എഴുതിയിടാം ഇന്നേഴ്സ് എന്നും പറഞ്ഞിട്ട്. പിന്നെ ഇതാണ് മെറ്റേണിറ്റി പാഡ്. ഇത് ഇന്നർ പ്ലസ് പാഡായിട്ട് വരുന്ന ഒരു സാധനമാണ്. ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞു ഇത് മസ്റ്റായിട്ട് മേടിച്ചു. വെരി യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. ഇന്നറിൻ്റെ അകത്ത് പിന്നെ പാഡ് വെച്ച് അങ്ങനത്തെ ഒരു പർപ്പസ് വരുന്നില്ല. പാഡിൻ്റെ അകത്ത് ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് ഡിസ്പോസ് ചെയ്ത് കളയാവുന്നതാണ്. വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ ആദ്യത്തെ കുറച്ച് നാളുകളിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇത് ഓഫർ ഉണ്ടായിരുന്നപ്പോൾ അതെ, ബൈ 1 get 1 ഫ്രീ ഉണ്ട്. അപ്പോൾ അതിൻ്റെ 2 മേടിച്ചു. പിന്നെ അതല്ലാതെ നോർമൽ പാഡ് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ചിലപ്പോൾ ലാർജ് വെറും മേടിക്കുന്ന പോലെയായിരിക്കും. അതൊരു പാക്കറ്റ്. പിന്നെ ഒരു വി വാഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്ലീപ്പിംഗ് പാഡോ. ഞാൻ ആശുപത്രി കിടക്കുമ്പോൾ അമ്മയ്ക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഇത് വെച്ച് ഉറങ്ങാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഓർഡർ മേടിച്ചിട്ടുണ്ട്. അതെ, ഉറക്കമില്ലാത്ത രാത്രികളാണെന്നൊക്കെ ആൾക്കാർ പറയുന്നു. അപ്പോൾ ഇത് ഓർഡർ മേടിച്ചിട്ടുണ്ട്. ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് 2 ടർക്കികൾ എടുക്കുന്നുണ്ട്. അത് പിന്നെ 2 പാക്കറ്റ് ടിഷ്യൂ മേടിച്ചിട്ടുണ്ട്. ഇതെന്താണെങ്കിലും ഒരുപാട് ആവശ്യം വരും. പിന്നെ ഒരു വിക്സും എടുത്തിട്ടുണ്ട്. അപ്പം ഇത്തരം സാധനങ്ങളാണ് നിലവിൽ നമ്മൾ വാങ്ങി ഹോസ്പിറ്റൽ ബാഗായിട്ട് സെറ്റ് ചെയ്തത്. ഇനി ഇത് കൂടാതെ വരുന്ന ഐറ്റംസ് ആണ് ഹോസ്പിറ്റലിലേക്ക് വേണ്ട ഡോക്യുമെന്റ്സ്. അതിനകത്ത് എന്തൊക്കെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം പോലെ നിങ്ങൾ പോയിട്ട് ഉണ്ടാകുന്ന ഇമ്പോർട്ടൻസ് റിപ്പോർട്ട്സുകളെല്ലാം എടുക്കുക. സ്കാനിങ് റിപ്പോർട്ട്സുകൾ, പിന്നെ ഐഡന്റിറ്റി കാർഡ് എടുക്കുക. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ ഓരോ ഹോസ്പിറ്റലിലും
വേറെ വേറെ രീതിയിലായിരിക്കും. അവരുടെ എന്തെങ്കിലും സെപ്പറേറ്റ് ഡോക്യുമെന്റ്സ് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുക്കുക. വെറുതെ ഒന്ന് ചോദിച്ചേക്കാം. ലാസ്റ്റ് ടൈം ഡെലിവറിക്ക് മുന്നേ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഡോക്യുമെന്റ്സ് കൊണ്ടുവരണമെന്നും അവിടെയും ചോദിച്ചേക്കാം, ഒരു സേഫർ സൈഡിന് വേണ്ടിയിട്ട്. പിന്നെ ക്ലെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ നേരത്തെ പോയി ഹോസ്പിറ്റലിൽ ഒന്ന് ചോദിക്കുക, ക്യാഷ്ലെസ് ക്ലെയിം ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ പ്രൊസീജിയർ, എങ്ങനെയാണ് വേണ്ടത്, വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് സ്പെഷ്യൽ ഡോക്യുമെന്റ്സ് ആയി സബ്മിറ്റ് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക. പിന്നെ നമ്മൾ ഇത് കൂടാതെ വരുന്ന ഐറ്റംസ് ആണ് ബക്കറ്റ്, കപ്പ്, പ്ലേറ്റുകൾ, ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റുകൾ, ബോട്ടിൽ, വെള്ളം എടുക്കാനുള്ള ബോട്ടിൽ, പിന്നെ ഫ്ലാസ്ക് ഒരെണ്ണം വേണം, സ്ലിപ്പർ എടുക്കണം. പിന്നെ ഇത് കൂടാതെ നമ്മുടെ കൂടെ ഹോസ്പിറ്റലിൽ ഉറപ്പായിട്ടും അമ്മയോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ ഡ്രസ്സ് ഇതിന്റെ കൂട്ടത്തിൽ വെക്കാതിരിക്കുക, വേറൊരു ബാഗിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടത് സെപ്പറേറ്റ് ഓരോ ബാഗിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം വേറൊരു ബാഗിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. 8 മാസവും 2-3 ചില്ലറ ദിവസങ്ങളായി. അപ്പൊ തന്നെ നമ്മളിതെല്ലാം സെറ്റ് ചെയ്തു. നമ്മള് 33 ആഴ്ചയായിരിക്കും. നാളെ 32 ആഴ്ച കംപ്ലീറ്റ് ആയി. സ്റ്റേഷനറി കടയിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സോപ്പ് വാങ്ങണം, അതായത് പാത്രം കഴുകുന്ന സോപ്പ് വേണം, കുളിക്കുന്ന സോപ്പ് വാങ്ങണം, കൂടെ നിൽക്കുന്നവർക്കും കാര്യങ്ങൾക്കുള്ള. പിന്നെ നമ്മളിവിടെ ഓൾറെഡി ഹാൻഡ് വാഷ് മേടിച്ച് ബോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹാൻഡ് വാഷ് മേടിക്കണം. പിന്നെ സാനിറ്റൈസർ നമ്മൾ പറഞ്ഞു, സ്വാഭാവികമായിട്ടും കൊറോണ ഇല്ലെങ്കിലും സാനിറ്റൈസർ വാങ്ങി വയ്ക്കുന്നത് നല്ലതായിരിക്കും. സാനിറ്റൈസർ നമ്മൾ വലിയ ബോട്ടിൽ മേടിച്ച് ചെറിയ കുഞ്ഞു ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരു സാനിറ്റൈസർ മേടിച്ചിട്ടുണ്ട്. പിന്നെ ചീപ്പ് ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ എടുത്തു മേക്കപ്പ് ഒക്കെ ചെയ്യാം. പിന്നെ വെളിച്ചെണ്ണ മേടിക്കണം, നമ്മളിവിടെ ഒരു വിക്സ് മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സ്പൂണ്, പ്ലേറ്റ്, ഇതെല്ലാം സ്പൂണും പ്ലേറ്റും നമ്മളൊക്കെ 2 വെച്ചെടുക്കണം. പിന്നെ കഞ്ഞി മേടിക്കാൻ ഒരു പാത്രം ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും. ചായ കൊണ്ടുപോകാനായിട്ടൊരു ഫ്ലാസ്ക്, ഗ്ലാസ്, പിന്നെ ഒരു വലിയ ബക്കറ്റ്, കപ്പ്. പിന്നെ ഡോക്യുമെന്റ്സ് എടുക്കുമ്പോൾ ഒരു പേന കൂടെ എടുക്കണം. പിന്നെ ഐഡന്റി കാർഡ് കാര്യം പറഞ്ഞു. ഒരു ഫയൽ മേടിച്ചിട്ട് അതിൻ്റെ അകത്തെല്ലാം സെറ്റ് ചെയ്യണം. നമ്മളൊരു ഫയൽ മേടിച്ചിട്ടുണ്ട്, ആ ഫയലിനകത്തായിരിക്കും നമ്മളിതെല്ലാം ഇട്ട് സെറ്റ് ആക്കുന്നത്. ബ്യൂട്ടീഷ്യൻ ചെയ്യുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ ഫേസ് മോയ്സ്ചറൈസറോ, ലിപ് ബാം, ഫേസ് ക്രീം, പിന്നെ മറ്റേ കോമ്പോസിറ്റ് ഷെയ്ഡുകൾ, ഫൗണ്ടേഷൻ, അതെല്ലാം അങ്ങനെ ചുമ്മാ പറഞ്ഞാണ്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുക. അതെല്ലാം സെപ്പറേറ്റ് ചെറിയ ബാഗുകളാക്കുക. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ എളുപ്പമുണ്ടാവും. നമ്മളിപ്പോൾ ഒരാളോട് പറയുമ്പോഴാണെങ്കിൽ അതിൽ നിന്ന് എടുത്തു തരാൻ പറയാനായിട്ട് എളുപ്പമുണ്ടാവും. പിന്നെ മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കവറിലിട്ട് എടുക്കുക. പിന്നെ ആ മരുന്നുകൾ ഇടാനായിട്ട് ചെറിയൊരു ഡെപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അവിടെ ചെന്നതിന് ശേഷം നമുക്ക് മരുന്നുകളൊക്കെ വരുമ്പോൾ അതിനകത്തിട്ട് സൂക്ഷിക്കാം. പിന്നെ നിങ്ങൾ എടുക്കുന്ന സാധനങ്ങളെല്ലാം ഏത് ബാഗിലാണ് വെക്കണമെന്ന് ഓർക്കുക. അതായത് സെഷൻ തിരിച്ച് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ പെറുക്കി വെക്കുന്നതിന് മുന്നേ ഒരു ചെക്ക് ലിസ്റ്റ്, നിങ്ങൾ ഓർക്കണ സാധനങ്ങൾ ഒരു ചെക്ക് ലിസ്റ്റിൽ എഴുതി വെക്കുക. അത് എടുത്തു വെച്ച് കഴിയുമ്പോൾ അത് ടിക്ക് ചെയ്ത് പോവുക, സാധനങ്ങൾ മിസ്സാവാതിരിക്കും. ഭയങ്കര സംഭവമൊന്നും അല്ല, പക്ഷെ ഇതൊരു രസമുള്ള പ്രോസസ്സാണ്. എൻജോയ് ദാറ്റ്. അതാണ് എനിക്ക് എല്ലാ കപ്പിൾമാരോടും, കപ്പിൾസിനോടും, അല്ലെങ്കിൽ ന്യൂ ബോൺ മമ്മീസ്, ന്യൂ ബോൺ പേരൻസ് മാതിരി പറഞ്ഞേ. അന്ന് ന്യൂ ബോൺസ് പേരൻസിനോട് പറയാനുള്ളത് നല്ല അടിപൊളി പരിപാടിയാണ്. എൻജോയ് ചെയ്യുക ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൽ പോയി സാധനങ്ങൾ മേടിച്ചതും ഇത് ചെയ്തതും. കുറച്ച് ടെൻഷൻ പിടിച്ച പരിപാടി. അതിന് ടെൻഷനില്ല, പക്ഷെ നമ്മൾ പോയ സമയത്ത് ടെൻഷനാണ്. പക്ഷെ ഇതിനൊന്നും അറിയില്ല. പക്ഷേ ഈ പരിപാടി നല്ലതാണ്. ലൈഫിൽ നമ്മൾ അടിപൊളിയായിട്ട് അത് എൻജോയ് ചെയ്യണം. ഫസ്റ്റ് ടൈം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. പിന്നെ അച്ഛനുള്ളതൊന്നും, അച്ഛനൊരു പെട്ടിയില്ല, കിടക്കില്ല, ഒന്നുമില്ല ഗൈസ്. ഉടുതുടിക്കും മറുതുടി ഇല്ലാതെ ബേബിക്കുട്ടൻ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോ ഇവ പുറത്തു വന്നിട്ട് വീടോടോ ഇവൻ പുറത്തു വന്നിട്ടുണ്ടാവും. ഇവൻ വിളിച്ച് യൂസ്ഡ് ആയി പോയി. നമ്മുടെ ബേബിക്കുട്ടൻ പുറത്തു വന്നിട്ടുണ്ടാവും. ഞാൻ പേര് കണ്ടുവച്ചിട്ടുണ്ട്. ബേബി ഗേൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പേര് കണ്ടുവച്ചിട്ടുണ്ട്. അടിപൊളി പേരാണ്. ബേബി ബോയ് ആണെങ്കിൽ ഇവിടെ പേര് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിക്കാൻ പോണേ ഉള്ളൂ. പക്ഷെ ബേബി ഗേളിന്റെ പേര് സെറ്റാണ്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ആദ്യം പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. ബൈ 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 ബൈ. അയ്യോ 90s kids.
you got